ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് 3 ഘട്ടങ്ങളിലായി നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഡിസംബർ 8, 10, 14 തീയതികളിലാണ് വോട്ടെടുപ്പ്. ഡിസംബർ 16-ന് വോട്ടെണ്ണൽ നടക്കും. സംസ്ഥാനത്ത് 1199 സ്ഥാപനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. കോവിഡ് പശ്ചാത്തലത്തിൽ ഇപ്പോഴത്തെ പൊതു തെരഞ്ഞെടുപ്പ് 3 ഘട്ടങ്ങളിലായാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഒന്നാം ഘട്ടം ഡിസംബർ 8 ചൊവ്വാഴ്ച. അന്നേ ദിവസം തെരഞ്ഞെടുപ്പ് നടത്തുന്ന ജില്ലകൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി എന്നീ ജില്ലകളിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക്. രണ്ടാം ഘട്ടം ഡിസംബർ 10 വ്യാഴാഴ്ച. ജില്ലകൾ കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, വയനാട് എന്നീ 5 ജില്ലകളാണ്. മൂന്നാം ഘട്ടം ഡിസംബർ 14 തിങ്കളാഴ്ച. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 4 ജില്ലകളിലാണ്. എല്ലാ സ്ഥലത്തും വോട്ടെടുപ്പ് സമയം രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. വോട്ടെണ്ണൽ ഡിസംബർ 16 ബുധനാഴ്ചയാണ്. ഈ മാസം 12-ന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 19-നാണ്. ഇന്നു മുതൽ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ. കോവിഡ് പോസിറ്റീവായവർക്കും ക്വാറന്റീനിൽ കഴിയുന്നവർക്കും പോസ്റ്റൽ വോട്ട് ചെയ്യുന്നതിനായി പ്രത്യേക ക്രമീകരണം ഒരുക്കും. 1199 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 2,71,00,000-ലധികം വോട്ടർമാരാണ് ഉള്ളത്. 34,744 പോളിംഗ് ബൂത്തുകൾ വോട്ടെടുപ്പിനായി സജ്ജീകരിക്കും. ഡിസംബർ 31-നകം പുതിയ ഭരണസമിതി നിലവിൽ വരുമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് വൻ വിജയം നേടുമെന്ന് എൽഡിഎഫ് കൺവീനർ എ വിജയരാഘവൻ. സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളും തദ്ദേശ സ്ഥാപനങ്ങൾ വഴി നടപ്പിലാക്കിയ പദ്ധതികളും വലിയ വിജയമുണ്ടാക്കുമെന്നും എൽഡിഎഫ് കൺവീനർ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് സർവ്വകാല റെക്കോർഡിൽ വിജയം നേടുമെന്ന് കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ജനങ്ങൾ വലിയ മാറ്റമാണ് ആഗ്രഹിക്കുന്നതെന്നും അഴിമതിരഹിതമായ സദ്ഭരണം കാഴ്ചവയ്ക്കാൻ യുഡിഎഫിന് മാത്രമേ സാധിക്കൂവെന്നും കെപിസിസി പ്രസിഡന്റ് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൻഡിഎ മുന്നണി സംസ്ഥാനത്ത് വൻ മുന്നേറ്റം നടത്തുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഏറ്റവും കൂടുതൽ സീറ്റ് നേടുന്ന മുന്നണി എൻഡിഎ ആയിരിക്കുമെന്നും അദ്ദേഹം കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക എൽഡിഎഫ് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കുമുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് പ്രഖ്യാപിച്ചത്. യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കുമാണ് പട്ടികയിൽ പരിഗണന നൽകിയിരിക്കുന്നതെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 7002 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 7854 പേർ രോഗമുക്തി നേടി. 27 മരണങ്ങളും ഇന്ന് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 63,384 സാമ്പിളുകളാണ് പരിശോധിച്ചത്. തൃശൂരിൽ 951 കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ 750-ന് മുകളിലും എറണാകുളം, കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം ജില്ലകളിൽ 600-ന് മുകളിലും രോഗബാധിതരുണ്ട്. 83,208 പേരാണ് സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത്. 3,88,000-ലധികം പേർ ഇതിനകം രോഗമുക്തി നേടി. 1,640 പേരാണ് സംസ്ഥാനത്ത് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത്. ഇന്ന് ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ള തൃശൂർ ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ച 951 പേരിൽ 940 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 1,042 പേർ ജില്ലയിൽ രോഗമുക്തരായി. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ പ്രതിനിധി ഭരിത പ്രതാപ്. കഴിഞ്ഞ 2 ദിവസങ്ങളായി സംസ്ഥാനത്തു തന്നെ ഏറ്റവുമധികം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തൃശൂർ ജില്ലയിൽ നിന്നാണ്. 951 പേർക്ക് കൂടി ഇന്ന് ജില്ലയിൽ കോവിഡ്-19 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 1,042 പേർ ഇന്ന് രോഗമുക്തരായി എന്നുള്ളത് ഏറെ ആശ്വാസകരമായ വാർത്തയാണ്. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 9,668 ആണ്. തൃശൂർ സ്വദേശികളായ 96 പേർ മറ്റു ജില്ലകളിലും ചികിത്സയിൽ കഴിഞ്ഞുവരുന്നുണ്ട്. ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 44,000 എത്തി നിൽക്കുമ്പോൾ ഇതിൽ 34,000 പേരും രോഗമുക്തരായി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. ഇന്ന് സമ്പർക്കത്തിലൂടെ മാത്രം 940 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 3 ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടുന്നുണ്ട്. കൂടുതൽ കർശനമായ നടപടികളിലേക്കും കനത്ത സുരക്ഷാ മാർഗങ്ങളിലേക്കുമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ച 763 പേരിൽ 744 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. ഇതോടെ ജില്ലയിൽ രോഗം ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം 8,860 ആയി. എറണാകുളം ജില്ലയിൽ ഇന്ന് 673 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 488 പേർക്ക് സമ്പർക്കം വഴിയാണ് രോഗം. 167 പേരുടെ ഉറവിടം കണ്ടെത്താനായില്ല. 11,379 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ജില്ലയിൽ ചികിത്സയിൽ കഴിയുന്നത്.
കൊല്ലം ജില്ലയിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ച 671 പേരിൽ 662 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. ഉറവിടം വ്യക്തമല്ലാത്ത ഒരാൾക്കും 5 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിച്ചു. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ച 643 പേരിൽ 633 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. ഇതോടെ ജില്ലയിൽ രോഗം ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം 8901 ആയി. നിരോധനാജ്ഞ ലംഘിച്ചതിന് സംസ്ഥാനത്ത് ഇന്ന് 19 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 38 പേർ അറസ്റ്റിലായി. മാസ്ക് ധരിക്കാത്ത 7926 സംഭവങ്ങളാണ് സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ക്വാറന്റൈൻ ലംഘിച്ചതിന് ഒരു കേസും രജിസ്റ്റർ ചെയ്തു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 47,638 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ രാജ്യത്ത് ചികിത്സയിലുള്ളവരുടെ എണ്ണം 5,20,773 ആയി. ഇതുവരെ 77.65 ലക്ഷത്തിലേറെ പേർക്കാണ് രോഗം ഭേദമായത്. കോവിഡ് മുക്തി നിരക്ക് 92.32%. രാജ്യത്താകമാനം 84 ലക്ഷത്തിലേറെ പേർക്ക് ഇതുവരെ രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആകെ മരണസംഖ്യ 1,24,985 ആണ്. ലോകത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 4,92,00,000 പിന്നിട്ടു. 3.5 കോടിയിലേറെ പേർ ഇതിനകം രോഗമുക്തി നേടി. 12,42,000 പേരാണ് ലോകത്താകമാനം കോവിഡ് ബാധിച്ച് മരിച്ചത്. രോഗബാധിതരുടെ എണ്ണം കുതിച്ചുയരുന്ന അമേരിക്കയിൽ പ്രതിദിന രോഗബാധിതരുടെ എണ്ണം 1,00,000-ന് മുകളിലാണ്. ഫ്രാൻസിലും ഇറ്റലിയിലും പ്രതിദിന രോഗബാധ വർദ്ധിച്ച നിലയിലാണ്. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ജോ ബൈഡൻ മുന്നേറ്റം തുടരുന്നു. 253 ഇലക്ടറൽ വോട്ടുകളുമായി വിജയത്തിലേക്ക് അടുക്കുന്ന ബൈഡൻ ജോർജിയയിലും പെൻസിൽവാനിയയിലും അട്ടിമറി മുന്നേറ്റമാണ് നടത്തുന്നത്. നെവാഡയിലും അരിസോണയിലും ബൈഡൻ മുന്നിലാണ്. നോർത്ത് കരോലിനയിൽ മാത്രമാണ് ട്രംപിന് മേൽക്കൈ നിലനിർത്താൻ ആയത്. നിലവിൽ 213 ഇലക്ടറൽ വോട്ടുകളാണ് ട്രംപ് നേടിയിട്ടുള്ളത്. തപാൽ വോട്ടുകൾ പൂർണ്ണമായും എണ്ണിത്തീരാത്തതിനാൽ അന്തിമ ഫലം ഇനിയും വൈകും. ശബരിമലയിൽ ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് ഉത്സവകാലത്ത് 2 പ്രധാന പാതകളിലൂടെ മാത്രമായിരിക്കും തീർത്ഥാടകർക്ക് യാത്രാ അനുമതിയെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ദക്ഷിണേന്ത്യൻ ദേവസ്വം മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും വീഡിയോ കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വടശ്ശേരിക്കര പമ്പ, എരുമേലി പമ്പ എന്നീ വഴികളിലൂടെ മാത്രമേ യാത്ര അനുവദിക്കൂ. മറ്റ് കാനന പാതകളിൽ യാത്ര അനുവദിക്കില്ല. കോവിഡ് പ്രതിസന്ധിയിലുണ്ടായ വരുമാന നഷ്ടം നികത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ നടവരവായി ലഭിച്ച സ്വർണം, വെള്ളി ഉരുപ്പടികൾ കോടതിയുടെ അനുമതി നേടിയ ശേഷം റിസർവ് ബാങ്ക് ബോണ്ടിൽ നിക്ഷേപിച്ച് പലിശ വരുമാനം മുതൽക്കൂട്ടാൻ ഒരുങ്ങുന്നു. വിലയുടെ 2% പലിശയായി ദേവസ്വം ബോർഡിന് ലഭിക്കും. പരമ്പരാഗത തിരുവാഭരണങ്ങൾ, പൌരാണിക മൂല്യമുള്ളവ എന്നിവ ഒഴികെയുള്ള ക്ഷേത്രാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാത്ത ഉരുപ്പടികളാണ് ബോണ്ടാക്കുക. സംസ്ഥാനത്തെ സ്റ്റേജ് കാരിയേജ് ബസ്സുകളുടെയും കോൺട്രാക്ട് കാരിയേജ് ബസ്സുകളുടെയും ഒക്ടോബർ 1 തുടങ്ങിയ ക്വാർട്ടറിലെ വാഹന നികുതി 50% ഒഴിവാക്കിയതായി ഗതാഗത മന്ത്രി എ.കെ. ശശീന്ദ്രൻ. ബാക്കി വരുന്ന നികുതി അടയ്ക്കുന്നതിനുള്ള സമയപരിധി സ്റ്റേജ് കാരിയേജുകൾക്ക് വരുന്ന ഡിസംബർ 31 വരെയും കോൺട്രാക്ട് കാരിയേജുകൾക്ക് നവംബർ 30 വരെയും നീട്ടി നൽകിയിട്ടുണ്ട്. 1999 ജനുവരി 1 മുതൽ 2019 ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ വിവിധ കാരണങ്ങളാൽ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് 2021 ഫെബ്രുവരി 28 വരെ സമയം നീട്ടി നൽകി. സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ കാലയളവിൽ രജിസ്ട്രേഷൻ പുതുക്കാവുന്നതാണ്. നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ നടപടികൾ സ്റ്റേ ചെയ്ത ഹൈക്കോടതി ഉത്തരവ് ഈ മാസം 16 വരെ നീട്ടി. വിചാരണ കോടതി മാറ്റണമെന്നാവശ്യപ്പെട്ട് സർക്കാരും ആക്രമണത്തിന് ഇരയായ നടിയും സമർപ്പിച്ച ഹർജികൾ പരിഗണിച്ചാണ് വിചാരണ നടപടി കോടതി സ്റ്റേ ചെയ്തത്. ലാവ്ലിൻ കേസ് പരിഗണിക്കുന്നത് സുപ്രീംകോടതി 2 ആഴ്ചത്തേക്ക് കൂടി നീട്ടിവച്ചു. കേസ് നീട്ടിവയ്ക്കണമെന്ന സിബിഐയുടെ ആവശ്യം പരിഗണിച്ചാണ് നടപടി. 1 മാസത്തിനിടെ ഇത് 3ാം തവണയാണ് കേസ് നീട്ടുന്നത്. പ്രശസ്ത കവി ചെമ്മനം ചാക്കോയുടെ ഓർമ്മയ്ക്കായി തൃക്കാക്കര സാംസ്കാരിക കേന്ദ്രം ഏർപ്പെടുത്തിയ 2020 ചെമ്മനം സ്മാരക കവിതാ പുരസ്കാരത്തിന് ഈ സന്ധ്യയുടെ അമ്മയുള്ളതിനാൽ എന്ന കവിതാ സമാഹാരം തിരഞ്ഞെടുക്കപ്പെട്ടു. 50,000 രൂപയും പ്രശസ്തി ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. IPL എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 132 റൺസ് വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ബാംഗ്ലൂർ നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 131 റൺസ് നേടി. ലൈഫ് മിഷൻ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരിൽ നിന്നും വിശദീകരണം ആരായാൻ സഭയുടെ പ്രിവിലേജ് ആന്റ് എത്തിക്സ് കമ്മിറ്റി തീരുമാനിച്ച സംഭവത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന് കത്ത് നൽകി.
സർക്കാരിന്റെ സ്വാർത്ഥ താൽപര്യം സംരക്ഷിക്കുന്നതിനും അഴിമതി പ്രോത്സാഹിപ്പിക്കുന്നതിനും നിയമസഭാ സമിതിയെ കരുവാക്കിയതായി ആരോപിച്ചാണ് കത്ത്. മാവോയിസ്റ്റ് വേട്ടയുടെ പേരിൽ ആളുകളെ വെടിവെച്ച് കൊല്ലുന്നതിനോട് യോജിക്കാനാകില്ലെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉള്ളതുപോലെ മാവോയിസ്റ്റ് പ്രവർത്തനം കേരളത്തിലെ വനങ്ങളിൽ ഇല്ല. ജനങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള ഭീഷണിയായി കേരളത്തിൽ മാവോയിസ്റ്റ് പ്രവർത്തനം മാറിയിട്ടില്ലെന്നും ശ്രീ കാനം രാജേന്ദ്രൻ വ്യക്തമാക്കി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.